ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പോൾ എന്തായാലും നമ്മുടെ വാലൻറ്റൈൻസ് ഡേ ഒക്കെ വരുമല്ലേ. എന്നാൽ പിന്നെ നമ്മളെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് വാലൻറ്റൈൻസ് ഡേക്ക് സ്വന്തം കൈ കൊണ്ട് എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്ത് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവും കേട്ടോ. ഫുള്ളായിട്ട് കാണുന്നത് നല്ല എളുപ്പമാണ്. ഹെവി ആണെന്ന് കരുതിയിട്ട് സ്കിപ്പ് ചെയ്ത് പോകണ്ട, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഇതൊരു ഹാഫ് ആൻ അവർ കൊണ്ടാണ് ഞാൻ ഇത് ഫുള്ള് ചെയ്തെടുത്തത്. ഞാൻ ക്യാമലിൻ്റെ ഓയിൽ പേസ്റ്റിലാണ് എടുത്തത്. എന്നിട്ട് A4 ഷീറ്റിൽ ബോർഡർ ഫുള്ള് ഞാൻ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതുപോലൊരു ഹാർട്ട് ഷേപ്പിന് ബ്ലാക്ക് കളർ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വൺ സൈഡ് ഞാൻ ലൈറ്റ് ഓറഞ്ച് വെച്ചും വൺ സൈഡ് യെല്ലോ കളർ വെച്ചിട്ട് ഫില്ല് ചെയ്ത്, എന്നിട്ട് അത് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തു. എന്നിട്ട് ഡാർക്ക് ഓറഞ്ച്, അതുപോലെ ഒരു ബ്രൗൺ ഷെയ്ഡ്, പിന്നെ ഒരു റെഡ് ഷെയ്ഡ്, ഇതെല്ലാം വെച്ച് മേഘം പോലെ തോന്നിക്കുന്ന രീതിയിൽ ഞാൻ ഇതുപോലെ ലൈൻസ് ഇട്ടിട്ട് അത് ഇയർ ബഡ്സ് വെച്ചിട്ട്, നമ്മുടെ സാധാ ബഡ്സ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് സ്മൂത്തായിട്ട് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു അത്യാവശ്യം ഒരു ഫിനിഷിങ് ലുക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ മൂണിന് വരയ്ക്കാൻ പോവുകയാണ്. അതായത് വൈറ്റ് ഓയിൽ പേസ്റ്റിൽ വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ടെക്സ്ചർ ഫിനിഷ് ആവാൻ ഗ്രേ വെച്ചിട്ട് അതിൽ ഒരു ടച്ചിങ്സും കൂടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബ്ലാക്ക് വെച്ചിട്ട് ഞാൻ ഇതുപോലെ മല പോലെ ആ ബോർഡർ ലൈനിൽ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ഇയർബഡ്സ് വെച്ചിട്ട് ഞാൻ ഇതുപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തു. അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു ഷെയ്ഡ് കൊടുക്കാൻ ഒരു ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട്, ഒരു കുറച്ചുകൂടെ ഒറിജിനൽ ആവാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഒരു ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് അത് ഫില്ല് ചെയ്തെടുത്ത് അതും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൽ താഴെയായിട്ട് ഞാൻ വൺ സൈഡ് ഇതുപോലെ ബ്രൗൺ, അതുപോലെ ഡാർക്ക് ബ്രൗണും ലൈറ്റ് ബ്രൗണും പിന്നെ ഓറഞ്ച് ഷെയ്ഡ് നടുക്കും വരുന്ന രീതിയിൽ ഇതുപോലെ ലൈൻസ് വരുന്ന പോലെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. ലൈൻസ് വരുന്ന പോലെ ലൈൻസ് ഇട്ട് കൊടുത്തിട്ട് ഇപ്പുറത്തോട്ട് വരുമ്പോൾ യെല്ലോ ഷെയ്ഡ്, അതായത് മുകളിൽ യെല്ലോ ഷെയ്ഡ് എവിടേക്കാണോ വരുന്നത് അതിൻ്റെ റിഫ്ലക്ഷനായിട്ടാണ് നമ്മൾ താഴെ ചെയ്യുന്നത്. പിന്നെ ആ ഒരു മൂണിൻ്റെ താഴെയായിട്ട് അതിൻ്റെ റിഫ്ലക്ഷനായിട്ട് വൈറ്റും കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം സ്മൂത്തായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇതെല്ലാം കൂടെ ഞാൻ ഇയർബഡ്സ് വെച്ചിട്ടാണ്, അതായത് നമുക്ക് ചെറിയ ഏരിയയിലൊക്കെ ചെയ്യാനായിട്ട് ഇയർബഡ്സ് ആണ് നല്ലത്. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് നമ്മൾ ബ്ലാക്ക് ഓയിൽ പേസ്റ്റിൽ വെച്ചിട്ട് ഇതിൻ്റെ ഫുള്ള് ഞാൻ ഇതുപോലെ ചെയ്തെടുക്കണം, വൈറ്റ് പേപ്പർ കാണാത്ത രീതി. എന്നിട്ട് അത് ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ട് ഞാൻ ഫുള്ള് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം വൈറ്റ് ഷെയ്ഡ് എടുത്ത് താഴെ ഈ പാറക്കല്ലിൻ്റെ രീതിയിൽ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ അത് വെച്ചിട്ട് ഇങ്ങനെ ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ആ ലൈൻസ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇയർബഡ്സ് വെച്ചിട്ട് ചെറുതായിട്ടൊന്നത് ഫിനിഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് ആ ഒരു പാറയുടെ ഒരു രീതിയിലുള്ള കിട്ടും. എന്നിട്ട് ഞാൻ ഇതുപോലെ ഒരു പെൻസിൽ വെച്ചിട്ട്, അതായത് നമ്മുടെ ഗ്രാഫൈറ്റ് പെൻസിലാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്, അതും ബ്ലാക്ക് ഷെയ്ഡ് കിട്ടും നല്ലതായിട്ട്. അത് വെച്ചിട്ട് ഞാൻ ഇതുപോലൊരു ഫിനിഷിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. വാലൻറ്റൈൻസ് ഡേയുടെ ഗിഫ്റ്റ് അല്ലേ, അതുകൊണ്ട് ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം മാസ്കിംഗ് ടേപ്പ് ഊരിയെടുത്തു. ഇത്രയേ ഉള്ളൂ. ഇത്രയും നല്ല ഫിനിഷിൽ കിടിലൊരായിട്ട് നമുക്ക് കുറച്ച് സമയത്തിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.